ഹലോ ഡിയർ മക്കളെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വണ്ണും സൈഡ് വന്ന മൂന്നാമത്തെ വലിയ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1² + 1² അല്ലേ, 2 ആണ്. നമ്മുടെ സി എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് എന്താണ്? റൂട്ട് അല്ലേ, റൂട്ട് 2. c² 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ റൂട്ട് 2 കിട്ടിയ ഈ ഒരു ഹൈപ്പോട്ടന്യൂസിനെ നമ്മൾ ഒരു ആൾട്ടിറ്റ്യൂഡ് ആക്കിയിട്ട് ഇവിടെ ഒരു ബേസ് വരയ്ക്കുകയാണ് 1 മീറ്റർ. കണ്ടോ, വേറൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ് ബേസ് 1 മീറ്റർ ആക്കിയിട്ട്. അപ്പോൾ ഇവിടെ വേറൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് റൂട്ട് 2ഉം 1 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണാൻ നമ്മൾ വീണ്ടും പൈതഗോറസ് തിയറം യൂസ് ചെയ്തു അല്ലേ, യൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം റൂട്ട് 2ൻ്റെ സ്ക്വയർ പ്ലസ് 1² എന്ത് വരും? റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 + 1 3 അല്ലേ. അതായത് ഈ ഒരു c² 3 ആണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് റൂട്ട് 3. കണ്ടോ, മൂന്നാമത്തെ സൈഡ് റൂട്ട് 3 വരും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ജനറൽ ഫോം മിസ് കാണിച്ചു തരാം. അതായത് രണ്ട് സൈഡുകൾ റൂട്ട് വന്നാൽ, അതായത് റൂട്ട് എക്സും റൂട്ട് വൈ ആണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √(x + y) ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ വീണ്ടും റൂട്ട് 3ൻ്റെ മുകളിലേക്ക് 1 മീറ്റർ ബേസ് വെച്ചിട്ട് വേറൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോം വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഈ മൂന്നാമത്തേത് എന്തായിട്ട് മാറും? ഇവിടെ റൂട്ട് എക്സും ഇത് റൂട്ട് വൈയും ആണെങ്കിൽ റൂട്ട് 3 ആൻഡ് റൂട്ട് 1 അല്ലേ. അപ്പോൾ മൂന്നാമത്തെ എന്താണ്? √(x + 1), അതായത് √(3 + 1). 3 + 1 എന്താണ്? √4 = 2. കണ്ടോ, സിമ്പിൾ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്, ആ സ്ക്വയറിൻ്റെ സൈഡും കാണാം. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈ ഒരു ട്രയാങ്കിൾസ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഏരിയ സൈഡ്സിൻ്റെ ട്രയാങ്കിൾസിൻ്റെ സൈഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് കാണേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ 1 സൈഡ് വന്നിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ സൈഡ് കാണാൻ നമുക്ക് ഈസിയാണ് അല്ലേ. 1² + 1² അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് √1 ഇത് √1 ആണെങ്കിൽ √(1 + 1) 2 എന്ന് കിട്ടും. അതായത് √2 ആണ് ഈ ഒരു സൈഡ് വരാമെന്നറിയാം. ഓക്കെ, ഇനി ആ √2ഉം ഈ 1ഉം വരുന്ന ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയാം. എന്ത് പറയാം? √(x + y), അതായത് √2 + 1, അപ്പോൾ √3 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ. ഇവിടെ നോക്കിക്കേ, ഈ 1 ഇങ്ങനെ ബേസ് 1 കൂടി പോകുന്നതിനനുസരിച്ച് നോക്കിക്കേ, ആദ്യത്തെ 1 ആയിരുന്നു √1 ആണെങ്കിൽ പിന്നത്തെ ഈ ഒരു, അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √2, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √3. ഇനി തേർഡ് ഒരു ട്രയാങ്കിളും കൂടെ വന്നാൽ എന്തായിട്ട് മാറും? സെക്കൻഡ് പിക്ചർ നോക്കിക്കേ, ഇവിടെ √2 ആണ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √2. സെക്കൻഡ്, അതായത് ബേസ് 1 ഇങ്ങനെ കൂടി പോകുന്നതാണ് കേട്ടോ, ബേസ് 1 കൂടി പോകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ √3 ആണെങ്കിൽ മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ എന്തായിരിക്കും? √4 അല്ലേ. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുകൊണ്ട് അത് 2 എന്ന് കൊടുക്കാം. വീണ്ടും നമുക്ക് ട്രയാങ്കിൾസ് വരികയാണെങ്കിൽ അല്ലേ, അതായത് ഇവിടെ നോക്കിക്കേ, മൂന്നാമത്തെ എന്തായിരിക്കും? ഇവിടെ √2, √3 ആൻഡ് √4, അതായത് 4 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇവിടെ അടുത്തത് വരുമ്പോൾ √5 അല്ലേ. യെസ്, അപ്പോൾ ഈ √5 സൈഡ് വരുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? √5ൻ്റെ സ്ക്വയർ അല്ലേ. √5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ കട്ടായി പോകും, ബാക്കി 5 തന്നെ അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അതായത് ഇവിടെ ഫസ്റ്റിലുള്ള √3 ആണ് ഇതിൽ വന്നെങ്കിൽ ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ
√4 അതായത് 2 തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ 4 കിട്ടും, ഇവിടെ ഏരിയ 5 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ √2, സെക്കൻഡിൻ്റെ √3 ഇങ്ങനെ പോവുകയാണെങ്കിൽ 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും മക്കൾസേ? 10th. അതായത് ഫസ്റ്റിൻ്റെ √2 ആണ്, അതായത് ഒന്ന് കൂടുന്നുണ്ട് അല്ലേ. സെക്കൻഡ് √3, അതായത് രണ്ടാമത്തെ ട്രയാങ്കിളിന് √3 വന്നത്. അപ്പോൾ 10th ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ √11 അല്ലേ വരിക? യെസ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? √11 സ്ക്വയർ 11. ഓക്കെ.